മക്കളെ, നമ്മുടെ ഓണം എക്സാമിനേഷൻ വരുന്നത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ്. 10-ാം തീയതിയിലേക്ക് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാസം പോലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരാനില്ല. നമ്മുടെ എന്ത് ചെയ്തു, ജൂലൈ പകുതി ആക്ച്വലി എത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സോഷ്യൽ സയൻസിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്? മക്കൾക്ക് അറിയാം, സോഷ്യൽ സയൻസിൽ ടോട്ടലായിട്ട് 13 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 13 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്ററുകളായിരിക്കും നമ്മുടെ ഓണം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക, അത് നമ്മൾ എങ്ങനെയായിരിക്കണം അറ്റൻഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മക്കളോട് പറയാൻ പോകുന്നത്. സോ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് കേൾക്കണേ. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന് പറയുന്ന ചാപ്റ്റർ, കൂടാതെ തന്നെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക വ്യവസ്ഥയും എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വരെയായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഓഗസ്റ്റിൽ തന്നെ അവസാനിക്കേണ്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ. പക്ഷേ ഈ ഒരു ചാപ്റ്റർ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നിരുന്നാലും അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ഒരു പകുതി ഭാഗം വരെയെങ്കിലും മക്കൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കാം. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഓർഡറിലെ മക്കൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കണം, രണ്ടാമത്തെ ചാപ്റ്ററും പഠിക്കണം, മൂന്നാമത്തെ ചാപ്റ്ററും പഠിക്കണം, നാലാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ 1, 2, 3, 4 എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതേസമയം അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഏരിയ ആണ് മക്കൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അവിടെ നിന്നായിരിക്കും ഓണം എക്സാമിനേഷന് മക്കൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. സോ കൃത്യമായിട്ട് അടിപൊളിയാക്കിയിട്ട് പഠിക്കുക. നിങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് അടിപൊളിയാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും റിവിഷനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി സൈലത്തിന്റെ യോദ്ധ ബാച്ച് ഉള്ളത്. സോ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ കൃത്യമായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് അവിടെ സെറ്റായിട്ട് പഠിക്കാം.